السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. അൽഹംദുലില്ലാ നമ്മൾ ഖുറാനിക് ഗ്രാമർ ടിപ്സ് അല്ലേ, നമ്മൾ 4 ക്ലാസ് കഴിഞ്ഞു, എക്സാം എഴുതി അൽഹംദുലില്ലാ. ഇനി ഇൻഷാല്ലാ അടുത്ത സെക്ഷനായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അറബിയിൽ വാക്കുകൾ 3 ടൈപ്പാണ്. ഒന്ന് ഇസ്മ അല്ലെങ്കിൽ നാമം, 2 ഫിഅല് അല്ലെങ്കിൽ ക്രിയ, 3 ഹർഫ്. ഹർഫ് അല്ലെങ്കിൽ അവ്യയം അല്ലെങ്കിൽ പാർട്ടിക്കിൾ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഓക്കെ, അപ്പം ഇതില് ഇസ്മ എന്ന് പറയുന്നത് ഒരു മെജോറിറ്റി വാക്കുകളും ഇസ്മുകളിൽ പെടും അല്ലെ. അറബി ഭാഷയിൽ കുറേ വാക്കുകൾ ഇസ്മുണ്ട്. അതിന് അങ്ങനെ എന്താ പറയാ, എളുപ്പത്തിൽ പഠിക്കാനൊന്നും സൂത്രവിദ്യയൊന്നുമില്ല. കാരണം നമ്മൾ ഓരോ പുതിയ പുതിയ വാക്കുകൾ വരുമ്പം മെജോറിറ്റി നമ്മൾ പഠിച്ചു വെക്കണം. എന്നാൽ ഇതിനകത്ത് കുറച്ച് കോമൺ ആയിട്ടുള്ള ഇസ്മുകൾ നമ്മൾ ദൊമീർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ദൊമീർ അല്ലെങ്കിൽ പ്രൊനൗൺ, സർവനാമങ്ങൾ മലയാളത്തിൽ. അതിനുള്ള എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നു ഹുവ, അവൻ, ഹും, അവർ അല്ലെ, ഹിയ, അവൾ, അങ്ങനെ കുറെ നമ്മൾ പഠിച്ചു. ഇത് ദൊമീർ മുൻഫസിൽ, അതായത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ദൊമീറുകൾ. എന്നാൽ ഇതേപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ദൊമീറുകൾ നമ്മൾ പഠിച്ചു അല്ലെ. ഈ അവന്റെ എന്ന് പറയുമ്പോൾ ഹു അല്ലെങ്കിൽ ഹി, അവരുടെ എന്ന് പറയുമ്പോൾ ഹും അല്ലെങ്കിൽ ഹിം, അവളുടെ എന്ന് പറയുമ്പോൾ ഹ. അങ്ങനെ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള, അതായത് ദൊമീർ മുത്തസിൽ. ഈ മുൻഫസിൽ മുത്തസിൽ എന്നൊക്കെ കേൾക്കുമ്പം കുറെ ആളുകൾക്ക് തജ്വീദുമായിട്ട് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അത് വേറെ തന്നെയാണ്. അവിടെയുള്ള മുത്തസിലും മുൻഫസിലും നമ്മൾ മദ്ദിന്റെ കാര്യത്തിലാണ് പറയുന്നത്. ഇവിടെ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സർവനാമങ്ങൾ, അതായത് അവൻ, അവൾ, അവൾ എന്ന് പറയുമ്പോൾ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളത്, അതായത് ദൊമീർ മുൻഫസിൽ. അവന്റെ, അവളുടെ എന്ന് പറയുമ്പോൾ അറ്റാച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഇസ്മിനോട് അല്ലെ, അവന്റെ ബുക്ക് അല്ലെങ്കിൽ അവന്റെ പേന എന്നൊക്കെ പറയുന്നത് പോലെ അറ്റാച്ച് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. എന്നിട്ട് അപ്പം ഇതൊരു വളരെ കോമൺ ആയിട്ട് വരുന്ന ഇസ്മാണ്. ഓക്കെ, ഇസ്മിൽ തന്നെ വളരെ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഞാൻ പറഞ്ഞു മെജോറിറ്റി ഇസ്മുകൾ നമ്മൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ, ഖുറാനിൽ ഓരോ ആയത്തുകൾ വരുമ്പോൾ ബൈഹാർട്ട് പഠിച്ചു പോവല്ലാതെ വേറെ രക്ഷയില്ല. ഇസ്മിന് വേറെ സൂത്രവിദ്യകളൊന്നുമില്ല. പിന്നെ വേറെ കുറച്ച് കോമൺ ആയിട്ടുള്ള ഇസ്മുകൾ നമ്മൾ അവസാനത്തേക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു, കബല, ബഅദ പോലെയുള്ളത്. ഓക്കെ, ഇങ്ങനത്തെ നമുക്ക് ഇനിയും ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടെ പഠിക്കാം. പിന്നെ ഹർഫുകളുടെ കാര്യത്തില് നമ്മൾ കുറച്ച് കോമൺ ഹർഫുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ല അല്ലെങ്കിൽ ലി എന്ന് പറയുന്നത്, ബി, മിൻ, ഇല അല്ലെ. ഇതിന്റെ ഒക്കെ കൂടെ എങ്ങനെയാണ് ഈ ദൊമീർ മുത്തസിൽ ആഡ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു അല്ലെ. ബിഹി, മിൻഹു, ഇലേഹി എന്നൊക്കെ കണ്ട്. അപ്പം ഇപ്പൊ നമുക്ക് ഖുറാനിൽ എവിടെയും ഈ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിക്കുന്നുണ്ട്, ഒന്ന് നിർത്തിയിട്ട് ഇത് ഇന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അല്ലെ, മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഹർഫുകൾ കുറെ കൂടെ ഇനിയും പഠിക്കണം ഇൻഷാ അല്ലാഹ്. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ചെങ്കിലും നമ്മൾ ഈ ഒരു പാർട്ട് എന്താന്ന് മനസ്സിലാക്കണം, ഫിഅല്. കാരണം ഒരു മെജോറിറ്റി പോർഷനും ഫിഅലുകളിലാണ് വരിക. ഓക്കെ, നമ്മളൊരു ആയത്ത് എടുത്തു കഴിയുമ്പം അതിനകത്ത് ഫിഅലും ഇസ്മും കുറെ, എല്ലാം ഓൾമോസ്റ്റ് ഈക്വൽ തന്നെ വരും. എന്നാലും ഫിഅലാണ് ആ ഒരു ആയത്തിന്റെ എന്താ പറയാ കോർ കണ്ടന്റ് നമുക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുക, എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുക ഫിഅലാണ്. അപ്പൊ ഫിഅലിന്റെ ഒരു കുഞ്ഞു ഇൻട്രൊഡക്ഷൻ. ഫിഅൽ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഒരു വലിയ കടലാണ്. അത് മുഴുവനൊന്നും നമുക്ക് പഠിച്ചെടുക്കൊന്നും വേണ്ട. നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ടിപ്പുകൾ, കുറച്ച് കാര്യങ്ങൾ ഖുർആൻ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഓതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പോയി ഇത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഇത് ഗ്രാമർ ടിപ്സ് എന്ന് പറയുകയാണെങ്കിലും
കോർ ഗ്രാമറിലേക്ക് നമ്മൾ പോകുന്നേ ഇല്ല. ശരിക്കും ഒരു ഗ്രാമറിന്റെ ക്ലാസ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ വാക്കുകളും എന്താണ്, ഏത് കാറ്റഗറിയിൽ വരും, അത് കാറ്റഗറി എന്ന് പറയുന്നത് ജസ്റ്റ് ഇസ്മ ഫിഅല് ഹർഫല്ല, ഈ ഓരോന്നിനും കുറെ സബ് കാറ്റഗറീസ് ഉണ്ട്. അതെന്താണെന്ന് പറയണം, അതിന്റെ റൂൾസ് എന്താന്ന് പറയണം, അതിന്റെ ഹർക്കത്ത് എന്തുകൊണ്ട് അവസാനത്തെ ഹർക്കത്ത് ഫത്ഹ അല്ലെങ്കിൽ കെസ്ര അല്ലെങ്കിൽ ദൊമ്മ വരുന്നു എന്ന് പറയണം. അതാണ് ഒരു പ്രോപ്പർ ഗ്രാമർ സ്റ്റഡി എന്ന് പറയുന്നത്. നമ്മൾ അതിലേക്കൊന്നും പോണില്ല. നമുക്ക് ഖുർആൻ ഓതുമ്പം കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ടിപ്പുകൾ, അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഫിഅലിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ ആർക്കും ഒന്നും കാര്യമായിട്ട് പഠിക്കാനില്ല, ശ്രദ്ധിച്ചാൽ മതി. പഠിക്കേണ്ട കാര്യം വരുമ്പോൾ ഞാൻ പറയാം. അപ്പൊ നമ്മൾ ഫിഅൽ എന്ന് പറയുമ്പോൾ മലയാളത്തില് നമ്മൾ ചെയ്തു എന്ന് പറയാന്ന് വെച്ചോ, ചെയ്തു അല്ലെങ്കിൽ അതിന്റെ പ്രസന്റ് ടെൻസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഇതിന് മലയാളത്തിൽ ഈ ഒരു വാക്ക് തന്നെ ഉള്ളൂ, പാസ്റ്റ് ടെൻസിൽ ചെയ്തു എന്നും പ്രസന്റ് ടെൻസിൽ ചെയ്യുന്നു എന്നും. അപ്പം അതിന് നമ്മൾ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞു അല്ലെങ്കിൽ പറയുന്നു എന്ന് പറയുമ്പോൾ അവൻ അവൾ എന്നുള്ള എന്താണ്, ഇപ്പം ആയിഷ ചെയ്തു അല്ലെങ്കിൽ അവൾ ചെയ്തു എന്നുള്ള വാക്കുകൾ, ആ ഒരു സർവനാമങ്ങൾ അല്ലെങ്കിൽ പ്രൊനൗൺസ് കൂട്ടിയിട്ടാണ് നമ്മൾ അതിന് സെന്റൻസ് ആക്കുന്നത്. ഓക്കെ, ഓരോന്നും ഇപ്പം അവൻ ചെയ്തു, അവൾ ചെയ്തു, നീ ചെയ്തു, നിങ്ങൾ ചെയ്തു എന്നൊക്കെ ഇതിന്റെ കൂടെ നീ, നിങ്ങൾ, അവൻ, അവൾ അല്ലെങ്കിൽ ആരുടെങ്കിലും പേര് അങ്ങനെയുള്ള എന്താണ് കർത്താവുകളെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഒരു സെന്റൻസ് ആക്കുന്നത്. എന്നാല് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു കാര്യം ആക്കുന്നത്. എന്നാല് അറബിയില് ഈ ഒരു ചെയ്തു എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒരു വാക്കാണ് എക്സാമ്പിള് ഫഅല. ഓക്കെ, ഫഅല. ഈ ഫഅലക്ക് മാത്രം 14 ഫോംസ് ഉണ്ട് അല്ലെങ്കിൽ 14 ഡിഫറെന്റ് വാക്കുകളുണ്ട്. അതായത് അവൻ ചെയ്തു എന്ന് പറഞ്ഞാലും അവർ ചെയ്തു എന്ന് പറയുന്നതിനും നീ ചെയ്തു എന്ന് പറയുന്നതിനും നിങ്ങൾ ചെയ്തു എന്ന് പറയുന്നതിനൊക്കെ വേറെ 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 വാക്കുകളുണ്ട്. അതേപോലെ തന്നെ ഈ ചെയ്യുന്നു എന്നുള്ളതിന് വേറെ ഒരു 14 വാക്കുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി അറബിയിൽ ഒരു ടെൻസും കൂടെ വരും, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഫോമും കൂടെ. ഇതിപ്പം ചെയ്തു എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് അല്ലെ, ഇത് പാസ്റ്റ് ടെൻസ് ഭൂതകാലം, ഇത് പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുമ്പോൾ വർത്തമാനകാലം. ഇനി ഫ്യൂച്ചറും ഇതിനകത്ത് തന്നെ വരും. അറബിയിൽ ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ ഭാവി കാലവും ഇതിൽ തന്നെ വരിക. ഇനി മൂന്നാമത്തെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് ചെയ്യൂ, കൽപ്പന. ഓക്കെ, അത് ഇംഗ്ലീഷിലുള്ള കമാൻഡ് അല്ലെങ്കിൽ മലയാളത്തിലെ കൽപ്പന. അങ്ങനെ 3 ടൈപ്പ് ആയിട്ട് വാക്കുകൾ ഉണ്ട്. ഇപ്പൊ ഇതൊന്നും പഠിക്കേണ്ട കേട്ടോ, പഠിക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയും, ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതിന് ഒരു 6 ഫോമുണ്ട്. അങ്ങനെ ഒരൊറ്റ ഫഅല എന്നുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ചെയ്തു എന്നുള്ള വാക്കിന് 14 14 28 6 34 വാക്കുകൾ അറബിയിലുണ്ട്. ഇത് മലയാളത്തിൽ ഒരു ചെയ്തും ഒരു ചെയ്യുന്നും ഒരു ചെയ്യുവേ ഉള്ളൂ. അതിനപ്പുറത്തും ഇപ്പുറത്തും വേറെ വാക്കുകൾ കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം വൺ ഓഫ് ദി റിച്ചസ്റ്റ് ലാംഗ്വേജ് ആണ് അറബി എന്ന് പറയുന്നത്. ഒരു ലാംഗ്വേജ് റിച്ച് ആന്ന് പറയാം എങ്ങനെയാന്ന് വെച്ചാൽ ആ ലാംഗ്വേജിലുള്ള വൊക്കാബുലറി എന്ന് വെച്ചാൽ വാക്കുകളുടെ പവറാണ് ഒരു ലാംഗ്വേജിന്റെ, ഒരു ഭാഷയുടെ റിച്ച്നെസ് അല്ലെ. ഒരാൾ റിച്ച് ആന്ന് പറയുന്നത് അയാളുടെ എന്തെങ്കിലും ഒരുപാട് ഉണ്ടാവുമ്പോഴാണ് റിച്ച് ആവുന്നത് അല്ലെ. അതുപോലെ ഈ ഭാഷയിൽ ഒരുപാട് വാക്കുകൾ ഉണ്ടാവുമ്പോഴാണ് ആ ഭാഷ റിച്ച് ആവുന്നത്. ഓക്കെ, ഏകദേശം 1,50,000 പ്ലസ് വേർഡ്സ് ആണ് അറബിയിലുള്ളത്. ഓക്കെ, എന്നാലോ ഇംഗ്ലീഷിൽ നോക്കുമ്പം 1 മില്യൺ ഉണ്ട്, അതായത് ഏകദേശം 10 ലക്ഷം വാക്കുകളുണ്ട്. പക്ഷേ 1,50,000 ആയിട്ടും അറബി റിച്ച് ആവുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഈ വാക്കുകളിൽ നിന്ന് പിന്നെയും കുറെ വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അറബി ഭയങ്കര സിമ്പിളാണ്. എത്ര വാക്കുകൾ ഉണ്ടെങ്കിലും അറബി സിമ്പിളാണ്. ഓക്കെ, റിച്ച് ആണ്, സിമ്പിൾ ആണ്. ഭയങ്കര ധനികനായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് അറബി. അതേസമയം ഭയങ്കര സിമ്പിളാണ്. സിമ്പിൾ ആവാനുള്ള കാരണം എന്താണെന്നറിയോ? പറഞ്ഞ നമ്മൾ ഈ ഫഅല എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞല്ലോ, ഫഅലക്ക് 14 ഫോംസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം. ഫഅല, ഫഅല, ഫഅലു. ചില ഗ്രാമർ പഠിച്ചിട്ടുള്ളവർക്ക് എന്തായാലും ഇത് കേൾക്കുമ്പോൾ നല്ല പരിചയം തോന്നും അല്ലെ. ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത, ഫഅൽന, ഫഅൽത, ഫഅൽതുമാ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമാ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽന.
അതേപോലെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, അങ്ങനെ ഒരു 14 ഫോം. ചെയ്യൂ എന്ന് പറയുമ്പോൾ ഇഫ്അൽ, ഇഫ്അല, ഇഫ്അലു, അങ്ങനെ ഒരു 6 ഫോം. അങ്ങനെ മൊത്തം 34 ഫോം. ഇതെല്ലാം എന്തിൽ നിന്നാണ് വരുന്നത്? ഫ, ഐൻ, ലാം എന്ന റൂട്ടിൽ നിന്ന്. അപ്പൊ ഈ ഫ, ഐൻ, ലാം നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫോമാറ്റ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് 34 വാക്ക് ഉണ്ടാക്കാം. അപ്പം റിച്ച് ആണ്, അതേസമയം സിമ്പിൾ ആണ്. സുബ്ഹാനല്ലാഹ്. റിച്ച്നെസ്സും സിമ്പിളും കാരണം ഇംഗ്ലീഷിൽ 10 ലക്ഷം വാക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഈ 10 ലക്ഷം വാക്കുകൾ നമ്മൾ 10 ലക്ഷം വാക്കുകളായിട്ട്, അല്ലെങ്കിൽ 10 ലക്ഷം പ്ലസ് ഇപ്പോഴും പുതിയ വാക്കുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ. അത് നമ്മൾ ഓരോ വാക്കുകളായിട്ട് പഠിച്ചു തന്നെ വെക്കണം. പക്ഷെ ഇവിടെ ഇത് കുറച്ച് സൂത്രങ്ങളാണ്. ആ സൂത്രങ്ങൾ മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെറുതെ നോക്കിയാൽ തന്നെ ഇത് ഇന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പൊ ഈ പറഞ്ഞ ഫഅല തന്നെ, നമ്മൾ ചെയ്തു എന്ന് പറയുന്ന ഈ ഒരു ഫഅല തന്നെ, അതിന്റെ റൂട്ട് കോർ ഫോം ആണ് ഫഅല. ഓക്കെ, ഈ കോർ ഫോം തന്നെ 10 ടൈപ്പ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ എഴുതാം. ആരും ഇതൊന്നും കേട്ടും കണ്ടും പേടിക്കണ്ട. ഇത് ഭാഷയുടെ ഭംഗി അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം പറയാണ്. ഇതൊന്നും പഠിക്കേണ്ടതില്ല. പഠിക്കേണ്ടതിലേക്ക് എത്തുമ്പോൾ ഞാൻ പറയാം. അതിന് കോറിന് തന്നെ പിന്നെയും 5-10 ഫോമുകൾ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫഅല, അത് വേറൊരു ഫോമാണ്. ഈ ഫഅലയ്ക്കും ഇതുപോലെ 14 ഫോം ഉണ്ടാവും. ഫഅല, ഫഅല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഫഅല, ഇതൊക്കെ എവിടെന്നാ ഉണ്ടാവുന്നത്? ഫ, ഐൻ, ലാം എന്ന. അഫ്അല, തഫഅല, ഇതിന്റെയൊക്കെ അർത്ഥവും നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഈ ഞാൻ ഫഅല മാത്രമേ പറയുന്നുള്ളൂണ്ടെങ്കിലും ഈ ഫഅല ഉപയോഗിച്ചിട്ട് ഇപ്പൊ നമ്മൾ നസറ എന്ന് എടുക്കുക, നസീർ എന്നൊക്കെ പറഞ്ഞാൽ സഹായത്തിന്റെ വാക്കാണല്ലേ. നൂൻ സ്വാദുറ എന്ന് പറഞ്ഞാൽ സഹായമാണ്. ഇതേപോലെ നസറ, നാസറ, അൻസറ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പം ജസ്റ്റ് ആ ഒരു റൂട്ടും അതിന്റെ അർത്ഥവും കുറച്ചൊരു ഫോമാറ്റുകൾ നമ്മൾ ബൈഹാർട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാല് ചില്ലറ വാക്കുകളൊന്നല്ല അതിന് ഡിറൈവ് ചെയ്ത് വരുന്നത്. ഞാൻ ഈ 10 ഫോമാറ്റ് എഴുതുന്നില്ല കേട്ടോ, ചിലപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. ഫഅല, ഫഅല, അഫഅല, തഫഅല, അത്രയല്ലേ പറഞ്ഞത്? സോറി, തഫഅല, തഫാഅല, ഇംഫഅല, ഇഫ്തഅല, ഇഫ്അല്ല, ഇസ്തഫഅല. ഓക്കെ, ഇതൊക്കെ കോറാണ്. ഇനി ഈ ഓരോന്നിനും 14 ഫോമുകൾ വേറെയുണ്ട്. ഈ ഓരോന്നിനും അതിന്റെ പ്രസന്റ് ടെൻസ് ഫോമുകൾ വേറെയുണ്ട്. ആ പ്രസന്റിനും 14 ഫോമുകളുണ്ട്. കമാൻഡ് ഉണ്ട്, അതിന് 14 ഫോമുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതിനകത്ത് ഞാൻ അവസാനം പറഞ്ഞത് ഇസ്തഫഅല, നിങ്ങൾക്ക് പരിചയം ഉണ്ടോ നോക്കാം. ഇവിടെ ഈ ഫഅലന്റെ ഈ റൂട്ടിന്റെ കൂടെ സീൻ ത ആഡ് ചെയ്തതാണ് ഇസ്തഫഅല. യസ്തഈൻ, സോറി, നസ്തഈൻ, അല്ലേ? ഇതുപോലെയുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഐൻ, വാവ്, നൂനാണ് റൂട്ട്. ഇവിടെ അതുപോലെ ഫ, ഐൻ, ലാമ റൂട്ട്, സീൻ ത ആഡ് ചെയ്തതാണ്. ഇങ്ങനെ നമുക്ക് ഇതൊരു ശരിക്കും ഉണ്ടല്ലോ ഒരു ഗെയിം പോലെയാ, പസില് പോലെയാ. അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ഹരം പിടിക്കാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അത്രയും സിമ്പിൾ ആണ്, അത്രയും സിമ്പിൾ ആണ്. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ ക്രിയകളാ പറഞ്ഞത്. ഓക്കെ, ഇതിൽ നിന്നൊക്കെ വാക്ക്, അതായത് നൗൺസും ഉണ്ടാക്കാൻ പറ്റും, നാമങ്ങൾ, ഇസ്മുകൾ ഉണ്ടാക്കാൻ പറ്റും. ഫഅലെന്നും നമുക്ക് ഫഈൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, റഹിമേന്നും റഹീം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെയാണ് മിക്ക വാക്കുകളും ഉണ്ടാവുന്നത്. അപ്പൊ റഹമ, അല്ലെ, റഹ്മ, കാരുണ്യം എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ നൗണുകളും ഉണ്ടാക്കാം, വേർബുകളും ഉണ്ടാക്കാം. അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പം എന്തോ ഒരു ഭംഗിയാണ്, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ശരിക്കും നമുക്കിത് ഇതിന്റെ ഒരു നാക്ക് പിടികിട്ടി കഴിഞ്ഞാൽ ഇത് നിർത്താൻ തോന്നൂല. ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഒരു ഭാഷ പഠിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അറബീനെ പോലെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം വേറെ പഠിക്കാനുണ്ടെന്ന്. ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഒരുപാടൊന്നും ഇവിടെ ബൈഹാർട്ട് ചെയ്യാനില്ല. എല്ലാം ഒരു ഫോർമുല ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈസിയാണ് കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആണ്. ഈവൻ നമ്മൾ പ്രൊനൗൺസിയേഷൻ എടുത്ത് നോക്കാം. ഓക്കെ, നമ്മൾ കുട്ടികളെ വായിക്കാൻ പഠിപ്പിക്കുമ്പോൾ, അറബി ഭാഷ വായിക്കാൻ പഠിപ്പിക്കുന്നത്, നന്ന ചെറിയ കുട്ടികളെ 3 വയസ്സ് 4 വയസ്സുള്ള മക്കളെയൊക്കെ സുബ്ഹാനല്ലാഹ്, ഇപ്പൊ എനിക്കൊന്ന് TQന്റെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ സ്റ്റേറ്റസിൽ വീഡിയോ കാണാറുണ്ട്. എന്തൊരു ക്യൂട്ടാണോ അവര് വായിക്കുന്നത് കേൾക്കാൻ, അല്ലെ? കുഞ്ഞു കുട്ടികള്
എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ അവർ അറബി ഭാഷ മൊത്തത്തിൽ എവിടെ എന്ത് കിട്ടിയാലും വായിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ പഠിച്ചെടുക്കുന്നുണ്ട്. ഒരു 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സുള്ള മക്കള് അല്ലെ. കായികയൊക്കെ പഠിച്ചിട്ട് അവർ പറയുന്നത് കേൾക്കുമ്പോൾ എന്തൊരു ഭംഗിയാ. അത് അറബി ഭാഷയ്ക്ക് മാത്രമേ ഉള്ളൂ. ഈ ഒരു 28 അക്ഷരങ്ങളുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ, ഹർക്കത്തിടുന്നത് എങ്ങനെയാന്ന് കറക്റ്റ്, ഹർക്കത്തിട്ട് വായിക്കുന്നത് എങ്ങനെയാന്ന് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അവർക്ക് എവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും വായിക്കാൻ പറ്റും. എന്നാൽ ഇംഗ്ലീഷിൽ ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ് ചെയർ. ഓക്കെ, അപ്പൊ ഒരു കുട്ടീൻ്റെ അടുത്ത് CHAIR, ഓക്കെ, CH ചെയർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ, പഠിച്ചു. എന്നാൽ ഈ കുട്ടീൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു വാക്ക് കൊടുക്കുക, CH തന്നെ വെച്ചിട്ട് ഇത് ക്യാരക്ടർ എന്ന് വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അത് ക്യാരക്ടർ ആണെന്ന് ആ കുട്ടിക്ക് അറിയണം അല്ലേ? സുബ്ഹാനല്ലാഹ്. അത് സെപ്പറേറ്റ് തന്നെ മറ്റേത് ഒന്നുകൂടി പ്രസന്റ് ചെയ്യും. എന്താണ് ഒന്നുകൂടി പ്രസന്റ് ചെയ്യേണ്ടത്? ജുസു സ്ക്രീൻഷോട്ട് എടുക്കാനാ? നോട്ട്സ് ഷെയർ ചെയ്യൂ കേട്ടോ ക്ലാസ് കഴിയുമ്പോൾ ഇൻഷാ അല്ലാ. അപ്പം നമ്മൾ പറഞ്ഞത് ഈ CH ചേർന്ന് വായിച്ച അറിവില് ആ കുട്ടി ക്യാരക്ടർ എന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറായിരിക്കും അല്ലെ. അപ്പൊ അത് ക്യാരക്ടർ ആണെന്ന് വേറെ തന്നെ പഠിക്കണം. ഇനി ചെയറും ക്യാരക്ടറും കണ്ടിട്ട് ഈ കുട്ടി ഈ ഒരു വാക്ക്, ഇതിനെ മെച്ചീന്നും വായിക്കാൻ പറ്റില്ല, മെക്കീന്നും വായിക്കാൻ പറ്റില്ല അല്ലെ, മെഷീന്ന് വായിക്കണം. അപ്പം ഇത് ഓരോന്നും സെപ്പറേറ്റ് പഠിച്ചുണ്ടാക്കണം. ഇതുപോലെ ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകളുണ്ട്. മലയാളത്തിന്റെ കഥ പറയും വേണ്ട. സുബ്ഹാനല്ലാഹ്. മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ലോകം മുഴുവനും ഉള്ള ആളുകൾ ഏറ്റവും ടഫായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഭാഷയാണ് മലയാളം. എന്നാൽ അറബിയിലോ ഇനി ഇതിപ്പോ നമ്മൾ ചെറിയ കുട്ടികളുടെ കാര്യം പറഞ്ഞു, ഇനി എത്ര പ്രായമുള്ളവരായിക്കോട്ടെ അല്ലെ, 70, 75, 80 വയസ്സിൽ ആളുകൾ ഹിഫ്ളുകൾ ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ഹാഫ് ജുസെങ്കിലും അല്ലെ, അല്ലെങ്കിൽ അമ്മ ജുസിൽ ഒരു 15 സൂറത്തെങ്കിലും ബൈഹാർട്ട് ഇല്ലാത്തവർ ആരും ഉണ്ടാവില്ല. ഈ 15 സൂറത്തിനകത്ത് ഏകദേശം എല്ലാ അക്ഷരങ്ങളും വരുന്നുണ്ടാവും, ഒരുപാട് വാക്കുകൾ വരുന്നുണ്ടാവും. അത് എന്തുകൊണ്ടാ? അറബി ഭാഷയുടെ സിംപ്ലിസിറ്റി കൊണ്ടാ. അത്രയും സിമ്പിൾ ആണ്. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, എത്ര റിച്ച് ആയിട്ടുള്ള വൊക്കാബുലറി വാക്കുകൾ അറബിയിൽ ഉണ്ടെങ്കിലും അത് ഭയങ്കര സിമ്പിൾ ആണ്. ഇതൊക്കെ ശരിക്കും ഖുർആന്റെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് അല്ലെ, ഖുർആൻ ഒരു അത്ഭുതമാണെന്ന് പറയുന്നതിന് ആഡഡ് കാര്യങ്ങളാണ് ഈ അറബി ഭാഷയുടെ ഭംഗി അല്ലെ. അറബി ഭാഷ പോലെ ഇത്രയും മാജിക്കൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് വേറെ ഇല്ല തന്നെ. ഇനി നമ്മളിപ്പം അതിന്റെ റിച്ച് ആണെന്ന് കണ്ടു, സിമ്പിൾ ആണെന്ന് കണ്ടു. ഇനി നമുക്കറിയാവുന്ന വേറൊരു കാര്യമാണ് ബ്യൂട്ടി അല്ലെ. അറബി ഭാഷയുടെ ബ്യൂട്ടി പല രീതിയിൽ നമുക്ക് പറയാം. ഇപ്പം ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ ബ്യൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറയണം. നമ്മൾ ഭയം എന്നുള്ള മലയാളം വാക്ക്, ഓക്കെ, ഈ ഭയം എന്നുള്ള മലയാളം വാക്കിന് ഇതുവരെ നമ്മൾ ഏകദേശം ഇപ്പം എത്ര 1979 അല്ലേ എത്തിയത് അല്ലെ, 79 ആയത്തിനുള്ളിൽ നമ്മൾ ഭയത്തിന് എത്ര വാക്കുകൾ പഠിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഓരോന്നായിട്ട് എടുക്കാം. തക്കുവ, ഇതൊക്കെ മിക്കവാറും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഭയം അല്ലെങ്കിൽ ഭയഭക്തി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. റഹ്ബ്, ഖുശൂ, ഖശിയ, ഖൗഫ്. ഇതൊക്കെ നമ്മൾ ഇതിനുള്ളിൽ ഇത്രയും അറബി എന്താണ് ഏകദേശം ജസ്റ്റ് 79 അല്ലെങ്കിൽ 10 11 പേജിനുള്ളിൽ ഒരു ഭയം എന്നുള്ള മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ഫിയർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വാക്കിന് അറബിയിൽ പഠിച്ച വാക്കുകളാണിത്. എന്നാൽ ഇതിനെല്ലാം നമ്മൾ അറബിയിൽ ജസ്റ്റ് ഭയം എന്നല്ല പറയാ അല്ലെ. നമ്മൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഓരോന്നിനും പറഞ്ഞിട്ടുണ്ട്. തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിന്റെ റൂട്ട് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലേ. വിഖായ, വാഖാഫിയ. വിഖായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷീൽഡാണ്. എന്തിനോ നമ്മൾ ഭയപ്പെടുമ്പം അതിന് ആ കാര്യത്തിലേക്ക് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യും, ചെയ്യേണ്ടാത്തതൊക്കെ നമ്മൾ ചെയ്യാതിരിക്കും അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കോപത്തെ, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്ന് അള്ളാഹു കൽപ്പിച്ചതൊക്കെ ചെയ്യും, അള്ളാഹു വിരോധിച്ചതൊക്കെ ചെയ്യാതിരിക്കും. അതാണ് തഖ്വ എന്ന് പറയുന്ന ഭയം. റഹ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിനോ നമുക്ക് ഭയമുള്ളത് കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കും അല്ലെ. ഇയായ ഫർഹബൂൻ. ഖുശൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൃദയത്തിലുള്ള ഭയം കാരണം ശരീരമെല്ലാം അങ്ങേയറ്റം ഹമ്പിളായിട്ട് വിനീതമായിട്ട് നിൽക്കുന്നതിനാണ് ഖുശൂ അല്ലെ. ഖുശൂ എന്നുള്ള വാക്കും നമ്മൾ
പഠിച്ചു? ഖഷിയ എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചു, ഈ അടുത്ത് പഠിച്ചതാണ് അല്ലെ? എന്തെങ്കിലും ഒന്നിനെ കുറിച്ചുള്ള അറിവ് കാരണം, അതിന്റെ മഹത്വത്തിനെ കുറിച്ചുള്ള അറിവ് കാരണമുള്ള ഭയം അല്ലെ? നമ്മൾ പറഞ്ഞു കല്ലുകൾക്ക് പോലും അള്ളാഹു സുബ്ഹാന തആലയെ കുറിച്ച്, അതിന്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവ് കാരണമുള്ള ഭയത്താൽ അത് ഉതിർന്നു വീഴുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അതാണ് ഖഷിയ. ഇനി ഹൗഫ് എന്ന് പറഞ്ഞാലോ, നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? എന്താ ഹുസ്നും ഹൗഫും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മൾ 2 ആയത്തിലോ 3 ആയത്തിലോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹൗഫ് എന്ന് പറഞ്ഞാല് ഭാവിയെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഭയം. ഇതെല്ലാം ഭയത്തിന്റെ വാക്കുകളാണ് അറബിയിൽ. ഇനിയും ചിലപ്പോൾ കിടക്കുന്നുണ്ടാവും നമുക്ക് പഠിക്കാൻ അല്ലെ? ഇതുപോലെ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ യഅലമൂൻ യശ്ഉറൂൻ അടുത്തടുത്ത ആയത്തുകളിൽ വന്നിട്ടുള്ള വാക്കുകളാണ്. രണ്ടിനും നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ അറിയില്ല അല്ലെങ്കിൽ അറിയുന്നു എന്നാ പറയാം. എന്നാ യഅലമൂൻ വേറെയാണ്, യശ്ഉറൂൻ എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഷുഊർ, ഇൽമ്, അത് രണ്ടിൽ നിന്ന് വരുന്ന വാക്കുകളാണത്. അപ്പം ഷുഊറും ഇൽമും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യഅലമൂനും യശ്ഉറൂനും അർത്ഥം വെക്കാൻ പറ്റും. അപ്പം ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അതാണ് അറബി ഭാഷ. ഓക്കെ, അപ്പം ഈ ഭാഷ എന്നൊക്കെ പറയുന്നത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് വേണം പറയാൻ. അപ്പൊ അതിനെക്കുറിച്ച് കുഞ്ഞു 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 ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ, പ്രത്യേകിച്ച് ഇത് റംളാൻ എന്ന് പറയുന്നത് ഖുർആന്റെ മാസമാണ് അല്ലെ? നമ്മൾ വിചാരിക്കും എന്തിനാ ഇതൊക്കെ ഇപ്പോൾ പഠിച്ച് സമയം കളയുന്നത്, എത്രയും പെട്ടെന്ന് ഖത്തങ്ങൾ തീർത്താ പോരെ എന്ന് തോന്നുമായിരിക്കാം. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ആളുകൾക്ക് നമുക്ക് ഈ റംളാൻ ക്ലാസ് വേണ്ട എന്ന് പറഞ്ഞവരുണ്ട്. ചിലപ്പോൾ നമുക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓതുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും കൂടെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എന്താ ഫീലും വേറെ തന്നെയാണ്. അതിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റവും വേറെ തന്നെയാണ്. ഒരിക്കലും എന്താണ് ചിന്തിക്കാതെ ഓതുന്നതും ചിന്തിച്ച് ഓതുന്നതും ഒരുപോലെ ആവില്ല അല്ലെ? നമ്മള് ഇന്നലെ അയച്ചൊരു ഓഡിയോ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മൾ പറഞ്ഞിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഖുസൂ മാ ആതീനാകും ബിഖുവ്വത്തിൻ വസ്കുറു മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കി തന്നതിനെ നിങ്ങൾ ശക്തമായിട്ട് പിടിക്കുക. ബിഖുവ്വത്തിൻ, എങ്ങനെയാണ്? വസ്കുറു മാ ഫീഹി ലഅല്ലകും, വസ്കുറു മാ ഫീഹി, അതിനകത്തുള്ളത് നിങ്ങൾ ദിക്ർ ചെയ്തുകൊണ്ട്, ഖുർആനിനകത്തുള്ളത് ദിക്ർ ചെയ്തുകൊണ്ട്. ഖുർആനിനകത്തുള്ളത് ദിക്ർ ചെയ്യാന്ന് പറയുമ്പോൾ അത് 3 രീതിയിലാണ്: ഹൃദയം കൊണ്ട്, നാവ് കൊണ്ട്, അവയവങ്ങൾ കൊണ്ട്. അവയവങ്ങൾ കൊണ്ട് നമ്മൾ ഖുർആനെ ദിക്ർ ചെയ്യണമെങ്കിൽ ഖുർആൻ മനസ്സിലാക്കൽ നിർബന്ധമാണ്. മനസ്സിലാക്കാണ്ട് അവയവങ്ങൾ കൊണ്ട് ഖുർആനെ ദിക്ർ ചെയ്യാനേ പറ്റൂല. അപ്പോൾ നമ്മൾ ആ ദിക്ർ കംപ്ലീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തഖ്വയിലേക്ക് എത്താനും പറ്റൂല. അപ്പൊ ദിക്ർ ആ ഒരു രീതിയിൽ അവയവങ്ങൾ കൊണ്ട് ദിക്ർ ചെയ്യാൻ വേണ്ടി ഖുർആൻ കിട്ടണമെങ്കിൽ അതിന് ഖുർആനെ നമ്മൾ മനസ്സിലാക്കണം. അതിന് കുറച്ചെങ്കിലും അറബി ഭാഷ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹയർ, വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഇനി ഫിഅലിലേക്ക് പോവാം. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം ഫെൽ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് വാക്കാണ് അറബിയിൽ. ഫെൽ 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, അറബിയിൽ 3 തരം വാക്കുകളാണ് ഉള്ളത്: ഇസ്മ, ഫെൽ, ഹർഫ്. ഇതിൽ ഫെൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫെലു മാദി. മാദി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്. ഓക്കെ, കഴിഞ്ഞ കാലം, ചെയ്ത് കഴിഞ്ഞത്. അടുത്തത് ഫിഅല് മുദാരി. മുദാരി എന്ന് പറഞ്ഞാൽ പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ. ഫ്യൂച്ചർ ആക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പൊ തൽക്കാലം പ്രസന്റ് എന്ന് വിചാരിച്ചാൽ മതി. നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ വർത്തമാനകാലം എന്ന് പറയും. പിന്നെ ഫിഅല് അമ്ര. അമ്ര എന്ന് പറഞ്ഞാല് കമാൻഡ്, കൽപ്പന. ഓക്കെ, ഇതിനകത്ത് ഓരോന്നിലും 14 ഫോമാറ്റുകൾ ഉണ്ട്. മാദിക്കും മുളാരിക്കും, അമ്രന് 6. ഓക്കെ, അമ്ര കാരണം കൽപ്പന നമ്മൾ അവനോട് കൽപ്പിക്കൂലല്ലോ, നിന്നോടല്ലേ കൽപ്പിക്കല്ലേ, നീ ഫോമാറ്റ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു എന്താ പറയാ ഒരു ടേബിൾ, അത് നമ്മളൊരു ബൈഹാർട്ട് പോലെ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ
അത് വെച്ചിട്ട് നമുക്ക് വേറെ പലതും എക്സ്പ്ലെയിൻ ചെയ്യാനും പലതും മനസ്സിലാക്കാനും പറ്റും. ഇവിടെ നമ്മൾ ഹുവ ഹും പഠിച്ചപ്പം അതിനകത്തൊന്നും ഇടക്കുന്ന ഒരു സാധനം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹുവ ഹുമാ ഹും ആണ് ആക്ച്വലി. ഞാൻ ഹുമാ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് 2 പേര് ചെയ്തു, 2 പേരെന്നുള്ളത് അത് നമുക്ക് വളരെ കുറച്ചേ ഖുർആനിൽ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. ഇവിടെ ഞാൻ അതുപോലെ ഒഴിവാക്കാണ്. കാരണം ഒരുപാട് പ്രായമുള്ളവരൊക്കെ ഉണ്ട്, അവർക്ക് എല്ലാം കൂടെ ബൈഹാർട്ട് പഠിപ്പിച്ച് ഇടങ്ങാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓൾറെഡി പഠിച്ചവർ അതെന്താ ഒഴിവാക്കി എന്ന് വിചാരിക്കേണ്ട, എളുപ്പത്തിന് വേണ്ടി മാത്രം ഒഴിവാക്കണം. അപ്പം പഠിച്ചവർ ചോദിക്കും അതും കൂടെ ഉള്ളതല്ലേ എളുപ്പമെന്ന്. തീരെ പഠിക്കാത്തവർക്ക് എണ്ണം കൂട്ടുമ്പോൾ അത് പ്രയാസമാവും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഒരു ചാർട്ട് എഴുതാം. ഓക്കെ, ഹുവ. ഹുവക്ക് നമ്മളിപ്പം മാതി മാത്രം നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, മാതിക്ക് നമ്മൾ കുറെ എക്സാമ്പിൾസ് ഖുർആനിൽ നിന്ന് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. എന്നിട്ട് നമുക്ക് മുദാരിയിലേക്ക് പോവാം. ഹുവ എന്ന് പറയുമ്പോൾ അവൻ, അല്ലെ? ഫഅല, അവൻ ചെയ്തു. ഇത് ഈ ഒരു പേജിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ എക്സാമുകളിലൊക്കെ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഹും, അവർ, പുല്ലിംഗം. ഓക്കെ, ഫഅലു, ഓക്കെ, അവർ ചെയ്തു. അടുത്തത് ഹിയ, അവൾ. ഫഅലത്, അവൾ ചെയ്തു. ഹുന്ന, അവർ, സ്ത്രീലിംഗം. ഓക്കെ, ഫഅൽന, അവർ ചെയ്തു. പുതിയ ആൾക്കാർക്ക് ഇത് എന്താ എന്നൊക്കെ തോന്നാം. മെല്ലെ മെല്ലെ നമുക്ക് എന്താന്നുള്ളത് ക്ലിയർ ആക്കാം. ഓക്കെ, എക്സാമ്പിൾ ഒക്കെ എടുക്കുമ്പോൾ കാര്യം മനസ്സിലായിക്കോളും. ഇപ്പൊ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ചാർട്ട് എഴുതിയിട്ട് പോവാം. ഇനി അടുത്തത് അൻത, നീ. നീ പുല്ലിംഗം. ഓക്കെ, ഫഅൽത. ഓക്കെ, ഫഅൽത, നീ ചെയ്തു. അൻതും, നിങ്ങൾ, പുല്ലിംഗം. ഫഅൽതും, നിങ്ങൾ ചെയ്തു. കുറെ ഉണ്ട്, എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊന്നും വിചാരിച്ച ആരും ഇട്ടേച്ചു പോണ്ട. നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്യും. കുറേ എക്സാമ്പിൾസ് കാണും. മെല്ലെ മെല്ലെ പോവുള്ളൂ. നമുക്കിത് പണി തീർത്തിട്ട് എങ്ങോട്ടും പോകാനില്ല. അപ്പൊ നിങ്ങൾ ഒരു വില്ലിങ്നെസ് മനസ്സുകൊണ്ട് റെഡി ആയാൽ മാത്രം മതി. നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ അത് വീണ്ടും 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 നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് അങ്ങ് ബൈ ഹാർട്ട് ആയിക്കോളും. ഓക്കെ, ആദ്യമേ അള്ളാഹ് അത് എനിക്ക് പറ്റൂല എന്ന് ആരും വിചാരിക്കണ്ട. എല്ലാവരും വിചാരിക്കുക ഇത് അള്ളാഹ് എളുപ്പാക്കി തരുന്നതാണ്. അള്ളാഹ് അറബി ഭാഷനെ ഇത്രയും എളുപ്പാക്കിയിട്ട് ഇത്രയും ഭംഗിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ, ലോകത്തിന് മുഴുവനും ഇത്രയും എളുപ്പമാക്കി ഭംഗിയാക്കി അള്ളാഹ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അത് എളുപ്പമാക്കി തരാൻ അള്ളാഹ്ക്കൊരു പ്രയാസവും ഇല്ല. അതുകൊണ്ട് ഇത് കുറേ ഉണ്ട് റബ്ബേ എനിക്ക് പറ്റൂല എന്ന് വെച്ചാൽ ആരും പോവണ്ട. ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാം. നമുക്ക് മെല്ലെ 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 പഠിച്ചെടുക്കാം ഓരോന്ന്. ഓക്കെ, അപ്പം അൻതി, നീ, സ്ത്രീലിംഗം. ഫഅൽതി, നീ ചെയ്തു. അൻതുന്ന, നിങ്ങൾ.
സ്ത്രീലിംഗം. ഫഅൽതുന്ന നിങ്ങൾ ചെയ്തു. അടുത്തത് അന ഞാൻ ല്ലേ. ഫഅൽതു ഞാൻ ചെയ്തു. അടുത്തത് നെഹ്നു ഞങ്ങൾ. ഫഅൽന ഞങ്ങൾ ചെയ്തു. ഇത്രയും മതി. അപ്പം ഹുവ ഫഅല ഹും ഫഅലു ഹിയ ഹിയ ഫഅലത് ഹുന്ന ഫഅൽന അൻത ഫഅൽത അൻതും ഫഅൽതും അൻതി ഫഅൽതി അൻതുന്ന ഫഅൽതുന്ന അന ഫഅൽതു നഹ്നു ഫഅൽന. ഇതുപോലെ നമുക്ക് എല്ലാ വാക്കുകളും എല്ലാ വേർബുകളെയും എടുത്തിട്ട് ഇതുപോലെ മാറ്റി മാറ്റി എഴുതാൻ പറ്റും. ഞാൻ ഒരു ജസ്റ്റ് ഒരു വാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതുവരെ കണ്ട ഒരു വാക്കുണ്ട്. കാല പറഞ്ഞു അല്ലെ. കാല അവൻ പറഞ്ഞു. കാലു അവർ പറഞ്ഞു. നമ്മൾ ഇതുവരെ പഠിച്ച ആയത്തുകളിൽ എത്ര കാലു ഉണ്ടെന്നൊന്ന് ജസ്റ്റ് നോക്കുക. പോയിട്ട് ഒരു എക്സസൈസ് ആയിട്ട് കിടക്കട്ടെ. കാലു അവർ പറഞ്ഞു. കാലത്ത് അവൾ പറഞ്ഞു. കുൽന അല്ല സോറി കുൽന അവർ സ്ത്രീകൾ. ഓക്കെ, അവർ സ്ത്രീകൾ പറഞ്ഞു. പിന്നെ കുൽത്ത നീ പറഞ്ഞു. കുൽത്തും നിങ്ങൾ പറഞ്ഞു. കുൽത്തി നീ സ്ത്രീലിംഗം പറഞ്ഞു, അതായത് ഒരു പെണ്ണ് പറഞ്ഞു. കുൽത്തുന്ന നിങ്ങൾ സ്ത്രീകൾ പറഞ്ഞു. കുൽത്തു ഞാൻ പറഞ്ഞു. കുൽന നമ്മൾ പറഞ്ഞു. അപ്പം കുൽന ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു തആല നാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുകൾ കുറേ സ്ഥലത്തുണ്ട്. കാലു അവർ പറഞ്ഞു എന്ന് പറഞ്ഞ ആയത്തുകൾ കുറേ സ്ഥലത്തുണ്ട്. കാല അവൻ പറഞ്ഞു എന്ന് പറഞ്ഞ വാക്കുകൾ കുറേ ആയത്തുകളിലുണ്ട്. നമ്മൾ ഇത് അടുത്ത ആഴ്ച എന്തായാലും ഈ അതൊക്കെ എഴുതും. കാല കാല കാലു ഒക്കെ നമ്മൾ എഴുതും. തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കാലയുടെ ഡിഫറെന്റ് ഫോമുകൾ നമ്മൾ ഇതുവരെ ഓതിയ ആയത്തുകൾ എവിടെയൊക്കെ ഉണ്ട് എന്നൊന്ന് നോക്കുക. അതുപോലെ ഈ ഒരു ഫോമാറ്റിൽ വേറെ എന്തെങ്കിലും വാക്കുകൾ ഫഅല എന്നുള്ള ഫോമാറ്റിൽ ഫഅല ഫഅലു ഫഅലത്ത് എന്നുള്ള ഫോമാറ്റിൽ വേറെ വാക്കുകൾ ഉണ്ടോ, അതിന്റെ അർത്ഥം എന്താണ്, അവിടെ അവനും അവളും ഒക്കെ സെറ്റ് ആവുന്നുണ്ടോ എന്നൊന്ന് വെറുതെ നോക്കുക. അടുത്ത ആഴ്ച നമുക്ക് കുറെ ഉദാഹരണങ്ങൾ നോക്കാം. അപ്പൊ നമ്മളിങ്ങനെ മെല്ലെ 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 ഈ മാതി പഠിച്ചോളും. ഓക്കെ, എന്നിട്ട് നമുക്ക് മുതാരയിലേക്ക് പോവാം. അപ്പൊ ഇത് മതി. ഈ ഒരു പേജ് മാത്രമേ പഠിക്കാനുള്ളൂ, വേറെ ഒന്നും പഠിക്കാനില്ല. റംലാനാണ്, അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ഒരുപാടൊന്നും തരുന്നില്ല. ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, ഓതുമ്പോ ഒന്ന് നിർത്തിയിട്ട് നോക്കുക ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടോ. കാരണം പലരും അർത്ഥം വെച്ച് ഓതുന്നവരാണല്ലോ അല്ലെ. അപ്പൊ ഈ ഒരു ഫോമാറ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ നോക്കുക. നമുക്ക് മെല്ലെ പോയാൽ മതി, തിരക്കൊന്നുമില്ല. ആരും അല്ലോ എന്നെ കൊണ്ട് പറ്റൂല എന്ന് വെച്ച് നിർത്തരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും പറ്റും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാന്റെ അടുത്ത് എളുപ്പത്തിന് ചോദിക്കുക. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഖുർആൻ മനസ്സിലാക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ബ്യൂട്ടിയാണ്, വേറെ തന്നെ ഒരു ഇഷ്ടം വരാനുണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ് ഇന്നത്തത് നിർത്താണ്. അൽഹംദുലില്ലാ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.